വളരെ പ്രധാനപ്പെട്ടൊരു കോടതി ഉത്തരവ് നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയമാണ്. ചെന്താമരയുമായി ബന്ധപ്പെട്ട കേസ് കോടതി പരിഗണിക്കാൻ പോകുന്നു. അക്കാര്യത്തിൽ ഉത്തരവ് നമ്മൾ കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. കോടതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവിടെയുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ വരുന്നത്. ഗോകുൽ വി എസ് വിവരങ്ങളുമായി. ഗോകുൽ, ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഉത്തരവ് കോടതിയുടെ ഭാഗത്ത് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. MS ലിഷോയ് നമുക്ക് പോണ്ട്. ശിക്ഷാവിധിയിൽ വാദിഭാഗത്തിന്റെ വാദം ഉൾപ്പെടെ എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? രതീഷ്, പോത്തുണ്ടി ഇരട്ടക്കൊലപാതകത്തിൽ ഇപ്പോൾ ചെന്താമരയുടെ ശിക്ഷാവിധിക്ക് മുമ്പായുള്ള വാദം പുരോഗമിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ പ്രോസിക്യൂഷൻ്റെ വാദമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വാദിഭാഗം, അതായത് പ്രോസിക്യൂഷൻ ഇപ്പോൾ ഈ ചെന്താമരയുടെ ക്രിമിനൽ വാസനകളെക്കുറിച്ചും അതിനോടൊപ്പം തന്നെ ഇയാൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം തന്നെ വീണ്ടും കോടതിയെ ബോധിപ്പിക്കുകയാണ്. അവസാനമായി 2019 ഒരു കൊലപാതകം നടത്തിയ ചെന്താമര പിന്നീട് 2025 ഇരട്ടക്കൊലപാതകം നടത്തിയത് അത് മുൻകൂർ ഉണ്ടായ ഒരു തയ്യാറെടുപ്പൊക്കെ തന്നെ നടത്തിയ ശേഷമാണ് ഇത്തരത്തിൽ ഈ ഒരു കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ വാദം. ഇപ്പോൾ മുൻകൂർ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് പ്രതി ഇവിടേക്ക് എത്തിയിരുന്നത് എന്നും കുടുംബത്തിലെ 3 പേരെ കൊന്ന പ്രതിയാണ്. അദ്ദേഹത്തിന് ഈ പ്രതിക്ക് ഏറ്റവും പരമാവധി ശിക്ഷ തന്നെ നൽകണം എന്ന ഒരു വാദമാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. പ്രതിയുടെ അടുത്ത ലക്ഷ്യം അയൽവാസി പുഷ്പയാണെന്നും പ്രതി സമൂഹത്തിന് ഭീഷണിയാണെന്നും ഇപ്പോൾ പ്രോസിക്യൂഷൻ വാദിക്കുന്നു. കുറ്റകൃത്യം നടത്താൻ ഇനിയും സാധ്യതയുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് യാതൊരു വിധത്തിലുള്ള അലിവും പ്രതീക്ഷിക്കേണ്ട ഒരു വ്യക്തിയല്ല. അതുപോലെ തന്നെ ഈ പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ട് അതിൽ കൃത്യമായി ഇക്കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. ഈ പ്രതിക്ക് നേരത്തെ മാനസികാസ്വസ്ഥം ഉണ്ടെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വാദിക്കാനായാണ് പ്രതിഭാഗം നേരത്തെ ശ്രമിച്ചിരുന്നത്. പക്ഷേ അക്കാര്യങ്ങളൊക്കെ തന്നെ തള്ളിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് ജില്ലാ സൈക്കോളജി വിഭാഗത്തിൻ്റെ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. മാത്രമല്ല, ഈ സജിതയെ കൊലപ്പെടുത്തിയ പ്രതി അവരുടെ ഭർത്താവിനെയും കൊലപ്പെടുത്തണമെന്ന് നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നു. ഭാര്യ തന്നെ വിട്ട് പോയതിലുള്ള സംശയമാണ് ഈ കൊലപാതകത്തിലേക്കൊക്കെ തന്നെ നയിച്ചത് എന്നുള്ളതാണ്. കടുത്ത ശിക്ഷ നൽകിയില്ലെങ്കിൽ, പുറത്തേക്കിറങ്ങിയാൽ കടുത്ത ശിക്ഷ നൽകിയില്ലെങ്കിൽ വീണ്ടും കൊലപാതകം സംഭവിക്കും. ആ ഒരു പോയിന്റിൽ ഊന്നിയാണ് വാദം. ഇപ്പോൾ അയൽവാസിയെ പുഷ്പ ഉൾപ്പെടെ ലക്ഷ്യം വെക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ സമർത്ഥിക്കാൻ കോടതിക്ക് മുന്നിൽ ശ്രമിക്കുന്നത് ആ ഒരു സാഹചര്യത്തിലല്ലേ? തീർച്ചയായും പ്രോസിക്യൂഷന്റെ ശ്രമം അതുതന്നെയാണ്. കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ശിക്ഷ കുറ്റക്കാരനാണ് എന്ന് കോടതി വിധിച്ച ആ ദിവസം ചെന്താമര കോടതിയിൽ നടത്തിയ പരാമർശങ്ങളൊക്കെ തന്നെ നമ്മൾ കേട്ടതാണ്. കോടതിയെ പോലും വെല്ലുവിളിക്കുന്ന രീതിക്കുള്ള ഒരു പരാമർശമാണ് ആ ഒരു സമയത്തൊക്കെ തന്നെ ചെന്താമരയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. തനിക്കെതിരെ ആര് നിന്നാലും അവരെ കൊലപ്പെടുത്തും എന്നുള്ള ഒരു കർശനമായ അല്ലെങ്കിൽ കൃത്യമായ ഒരു നിലപാട് കോടതി മുറിക്ക് അകത്ത് പോലും ചെന്താമര വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ ഈ ശിക്ഷാവിധിക്ക് മുൻപായുള്ള വാദം പുരോഗമിക്കുന്നത്. പരമാവധി ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം തെളിഞ്ഞിട്ടുണ്ട്. അതായത് ഈ ജീവപര്യന്തമോ അല്ലെങ്കിൽ വധശിക്ഷയോ ലഭിക്കാവുന്ന കുറ്റം ഇതിനോടകം തന്നെ തെളിഞ്ഞിട്ടുണ്ട് എന്ന് കോടതി കഴിഞ്ഞ ദിവസം വിധി പ്രസ്താവത്തിൽ പറഞ്ഞിരുന്നു. എന്നാൽ അതേസമയം തന്നെ എന്ത് ശിക്ഷയാണ് കോടതി വിധിക്കുക എന്നുള്ള കാര്യമാണ്, അതിന് മുന്നോടിയായുള്ള വാദമാണ് ഇന്നിപ്പോൾ പുരോഗമിക്കുന്നത്. ഒരു തരത്തിലും ഈ പ്രതി പുറത്തിറങ്ങാൻ പാടില്ല എന്നുള്ള ഒരു ഊന്നൽ നൽകിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പ്രോസിക്യൂഷൻ വാദം പുരോഗമിക്കുന്നത്. സമൂഹത്തിന് ഭീഷണിയായൊരു വ്യക്തിയാണ് ചെന്താമര എന്നുള്ള കാര്യത്തിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് പ്രോസിക്യൂഷൻ്റെ വാദം നടക്കുന്നത്. മാനസാന്തരത്തിന് യാതൊരു വിധത്തിലുള്ള സാധ്യതയും ഇല്ല ഈ പ്രതിക്ക് എന്നുള്ളത് പ്രോസിക്യൂഷൻ പറയുന്നു. പ്രതി തന്നെ ഗാന്ധിജിയല്ല താൻ എന്ന് പറയുന്നതിലുള്ള മനോഭാവം എന്തെന്ന് കോടതി മനസ്സിലാക്കണമെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുന്നു. പുഷ്പ, ശിവരാജൻ തുടങ്ങിയ അയൽവാസികൾ പ്രതിയിൽ നിന്ന് ഭീഷണി നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അഥവാ ഏതെങ്കിലും തരത്തിൽ ഇയാൾക്ക് ശിക്ഷ ഇളവ് ലഭിക്കുകയാണെങ്കിൽ അവരെ കൂടി കൊലപ്പെടുത്താനുള്ള ഒരു പദ്ധതി ഈ പ്രതിക്കുണ്ട് എന്നുള്ള തന്നെയാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നത്. എന്തായാലും ചെന്താമര യാതൊരു വിധത്തിലുള്ള ഒരു അനുകമ്പയും അർഹിക്കുന്ന ഒരു പ്രതിയല്ല എന്നുള്ളത് തന്നെയാണ് ഈ ചെന്താമര കഴിഞ്ഞ ദിവസം കോടതിയിൽ പറഞ്ഞൊരു കാര്യവും അത് തന്നെയാണ്. അതായത് തനിക്ക് എതിരെ ആര് വന്നാലും അവരെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി താൻ ശ്രമിക്കുമെന്നുള്ളത് കൃത്യമായി കോടതി മുറിക്ക് അകത്ത് വെച്ച് തന്നെ പറഞ്ഞൊരു വ്യക്തി കൂടിയാണ് ഈ നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയായ ചെന്താമര. എന്തായാലും വലിയ തോതിലുള്ളൊരു എന്നെ തൂക്കിക്കൊന്നോളൂ എന്നാണ് കോടതിക്കുള്ളിൽ പറഞ്ഞത്. എന്നെ തൂക്കിക്കൊന്നോളൂ എന്നതൊരു ഭാവവ്യത്യാസവുമില്ലാതെ
ഈ വിചാരണ നടപടിക്കിടയിൽ കോടതിയിൽ പറയുന്നുണ്ടായിരുന്നു ചെന്താമര അത്രമേൽ വലിയ ക്രിമിനലാണ് എന്നത് കോടതിക്കും ബോധ്യമുള്ളതാണ്. അപ്പോൾ എന്ത് ശിക്ഷയാകും? വധശിക്ഷ അടക്കമുള്ള ശിക്ഷകൾ സ്വാഭാവികമായും കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. എന്താകും ശിക്ഷ എന്ന കാര്യത്തിൽ ആകാംക്ഷ ഇപ്പോൾ നിൽക്കുകയാണ്. ഇത് ഇരട്ടക്കൊലപാതകം എന്ന് പറയുന്നത് 2025 ഇരട്ടക്കൊലപാതകമാണ്. അതിനു മുമ്പ് 2019 കൊലപാതകം നടന്നു. അങ്ങനെ 3 പേരെ കൊന്ന കേസിലെ പ്രതിയാണ് വിചാരണയ്ക്കൊടുവിൽ ഇപ്പോൾ കോടതി ശിക്ഷ വിധിക്കാൻ പോകുന്നത്. ഈ പോത്തുണ്ടി ഇരട്ടക്കൊല കേസിൽ ചെന്താമരയുടെ ശിക്ഷ എന്താണ് എന്ന് പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി അല്പസമയത്തിനകം അക്കാര്യത്തിൽ വ്യക്തത വരുത്തും. കുറ്റക്കാരനാണ് എന്നത് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. പകയും കുടുംബ പ്രശ്നവും കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നത് ഈ കേസിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ വ്യക്തമായിരുന്നതുമാണ്. ആദ്യത്തെ കൊലപാതകം 2019 വൈരാഗ്യം കാണാം. 2019 ഓഗസ്റ്റ് 31 സുധാകരന്റെ ഭാര്യ സജിതയെ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഈ കേസിൽ പിന്നീട് കോടതി ഇയാൾക്ക് ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരുന്നു. അതിനിടയിലാണ് ജാമ്യത്തിൽ പുറത്തിറങ്ങി വീണ്ടും കൊലപാതകം ഉണ്ടാകുന്നത്. സൈതാക്കൊലക്കേസിന്റെ വിചാരണ വേളയിൽ ജാമ്യത്തിലിറങ്ങിയ ചെന്താമര കോടതി നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് വീണ്ടും പോത്തുണ്ടിയിലേക്ക് എത്തുകയും സുധാകരൻ്റെ അമ്മ ലക്ഷ്മിയെയും, സജിയുടെ ഭർത്താവാണ് സുധാകരൻ, സജിയുടെ ഭർത്താവ് സുധാകരനെയും സുധാകരൻ്റെ അമ്മ ലക്ഷ്മിയെയും ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയുമായിരുന്നു. കൊലപാതകത്തിന് ശേഷം ഇയാളെ കണ്ടെത്തുന്നതൊക്കെ സമീപ പ്രദേശങ്ങളിൽ നിന്ന് തന്നെയാണ്. അതിനുശേഷം കൊണ്ടുപോകുമ്പോഴും ഒരു ഭാവവ്യത്യാസവും ഉണ്ടായില്ല. വീണ്ടും തനിക്കെതിരായി നീങ്ങിയ ആളുകളെ കൊലപ്പെടുത്തും എന്ന സൂചനയും വാക്കുകളും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിലും കോടതിയിലുമൊക്കെ ആവർത്തിക്കുന്നുണ്ടായിരുന്നു ചെന്താമര. എന്നെ തൂക്കിക്കൊന്നോളൂ, എനിക്കെതിരെ വരുന്ന ആരായാലും ഞാൻ നേരിടും എന്നതാണ് കോടതിയിലും സ്വീകരിച്ച നിലപാട്. അതിനൊടുവിലാണിപ്പോൾ ശിക്ഷാവിധിയിലേക്ക് എത്തുന്നത്.